വേടനെതിരായ പീഡനക്കേസിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ. സാമ്പത്തിക ഇടപാട് കൂടി അന്വേഷിക്കും. തെളിവുകൾ കിട്ടിയാലേ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാകൂ എന്നും കമ്മീഷണർ പറഞ്ഞു. നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അന്നത്തെ നടപടികൾ ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി ഇപ്പോൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം. മൂസിന വീണ്ടും ചേരുന്നു. മൂസിന, ഇനി കൂടുതൽ വകുപ്പുകൾ കൂടി എഫ്ഐആറിലിടും എന്നാണോ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്? അതിൽ പ്രധാനമായും ഈ പരാതിയിൽ ഒരു കാര്യം പറയുന്നത്, ഈ പീഡനത്തിന് പുറമെ പല തവണ ഈ പെൺകുട്ടി ഡോക്ടറിൽ നിന്ന് വേടൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ പരാതിയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ സാമ്പത്തിക ഇടപാടുകൾ, വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ കേസെടുത്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് പ്രധാനമാണ്. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമായും ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. വേടനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കടന്നാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പുരോഗതി ഉണ്ടാവൂ എന്ന് തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തൃക്കാക്കര പോലീസിൽ ഇത്തരത്തിൽ ഒരു പീഡന പരാതി വേടനെതിരെ വന്നിരിക്കുന്നത്. യുവ ഡോക്ടറാണ്. പല ഘട്ടങ്ങളിലായി 2023 വരെ താനുമായി സൗഹൃദത്തിലായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പല ഘട്ടങ്ങളിലായി തന്നെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേടനെതിരായ പരാതിയിൽ പറയുന്നത്. ശരി മൂസിന.